2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമമായിരുന്നു ഹോട്ട് സീറ്റ്. സ്വാഭാവികമായും BJPയുടെ അക്കൗണ്ട് പൂട്ടിക്കുക എന്ന ഒരു മുദ്രാവാക്യമൊക്കെ അന്ന് ഉയർന്നു കേട്ടിരുന്നു. ഇപ്പോൾ സംസാരിച്ചതുപോലെ തന്നെ ഇക്കുറി ഹോട്ട് സീറ്റ് നിശ്ചയമായും പാലക്കാടാണ്. അപ്പോൾ പാലക്കാട് രമേശ് പിഷാരടിയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ കോൺഗ്രസിനെതിരെ കടന്നാക്രമിക്കുകയാണെന്നിപ്പോൾ മുഖ്യമന്ത്രിയും ഇന്നലെ തോമസ് ഐസക്കുമൊക്കെ. പിഷാരടി ഒരു കോമാളിയായ സ്ഥാനാർത്ഥിയാണ്, ഇവ ഡീലുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡീലുണ്ടോ എന്ന ചോദ്യത്തെയാണ് ഇന്നലെ തോമസ് ഐസക്കിനെ പോലെ മുതിർന്ന നേതാവ് പറഞ്ഞത് അവിടെ രമേശ് പിഷാരടി ഒരു കോമാളി സ്ഥാനാർത്ഥിയാണെന്ന്. ഇപ്പോൾ അതിന് രമേശ് പിഷാരടി മറുപടി പറഞ്ഞു അദ്ദേഹത്തിൻ്റെ സംസ്കാരമല്ല തൻ്റെ സംസ്കാരം എന്നൊക്കെ. അപ്പോൾ രമേശ് പിഷാരടിയുടെ സ്ഥാനാർത്ഥിത്വം പാലക്കാട്ട് കോൺഗ്രസിന് വന്ന ഒരു വീഴ്ചയാണോ, അതോ അതൊരു സ്ട്രാറ്റജിക്കൽ മൂവായിരുന്നോ, അത് മൊത്തത്തിൽ കോൺഗ്രസിനെ ബാധിക്കാൻ പോകുന്ന ഒന്നാണോ എന്നതുകൂടി സംസാരിക്കുകയാണ്. ജിമ്മി ചേട്ടാ, അങ്ങനെ പിഷാരടി ഇപ്പോൾ പാലക്കാട്ട് വേറൊരു സ്ഥാനാർത്ഥിയില്ല. ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ നിന്ന് അത്രയും പവർഫുള്ളായി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ടാക്കിയ പരിക്കൊക്കെ മറികടക്കാൻ കെൽപ്പുള്ള ഒരു സ്ഥാനാർത്ഥി പാലക്കാട്ട് കോൺഗ്രസിനില്ല. ഇനി പുറത്ത് നിന്ന് ഇറക്കാനുള്ള ഒരു സ്ഥാനാർത്ഥി കുറേ കൂടി ഒരു എ ക്ലാസ് എന്താ പറയുക, ഒരു എലൈറ്റ് വോട്ടേഴ്സൊക്കെ ഉള്ളൊരു മണ്ഡലം എന്നുള്ള രീതിയിൽ പിഷാരടിയാണ്. അപ്പോൾ അതിലെന്തെങ്കിലും പൊളിറ്റിക്കലി പ്രശ്നങ്ങളുണ്ടോ, അല്ലാത്ത പ്രശ്നങ്ങളുണ്ടോ എന്ന് കരുതുന്നുണ്ടോ? ഇല്ല, അതിൻ്റെ ഒരു കാൽക്കുലേഷൻ പാലക്കാട് കോൺഗ്രസ്സിന് നല്ല വോട്ടുള്ള മണ്ഡലമാണ്. അങ്ങനെ BJP ഇങ്ങനെ അടിച്ചു കയറി വരും. ഏറ്റവും വളരെ ക്രൂഷ്യൽ ഫൈറ്റ് നടന്നത് മെട്രോമാൻ ശ്രീധരൻ മത്സരിക്കുന്ന സമയത്താണ്. വളരെ വലിയ ജയിച്ചുകളയും എന്നൊക്കെ സ്ഥിതി വന്നത്. പക്ഷേ അത് മാറിപ്പോയി. അപ്പോൾ അങ്ങനൊരു സ്ഥലത്ത് ആരാണ് സ്ഥാനാർത്ഥി? മെട്രോമാനു ശേഷം പിന്നെ ഒന്നും സ്ഥാനാർത്ഥികളൊന്നും അങ്ങനെ തിളക്കമാർന്ന വിജയത്തിലേക്ക് വന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഭൂരിപക്ഷം ഷാഫിയേക്കാൾ കൂട്ടി ഗംഭീര വിജയത്തിൽ 18,000 എത്തിച്ചു നിൽക്കുന്നത്. കോൺഗ്രസ് അപ്പോൾ എന്താണ് ഇതിനകത്ത് കൊണ്ടുവരാൻ ആലോചിക്കുക? എന്തായിരിക്കും കോൺഗ്രസിൻ്റെ ഒരു യുക്തി? അത് ചിലപ്പോൾ ഈ രമേശ് പിഷാരടി ഫാക്ടർ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഈ അഗ്രഹാരങ്ങളും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വോട്ട് ബേസ് ഉണ്ട്. ആ അഗ്രഹാരങ്ങളിലെ വോട്ടുകളൊക്കെ അത് ചിലപ്പോൾ ഷാഫി പറമ്പലിൻ്റെ കയ്യിൽ ഭദ്രമായിരുന്നു. ഇടയ്ക്കൊന്ന് മുമ്പ് വന്നപ്പോൾ ഈ നമ്മുടെ മെട്രോമാൻ ശ്രീധരൻ അത് കുറച്ച് ഇളക്കിയെടുക്കാൻ ശ്രമിച്ചു. അതൊക്കെ വെച്ചിട്ട് പൊളിറ്റിക്കൽ അല്ല, നേരത്തെ അജിംസ് പറഞ്ഞ പോലെ പൊളിറ്റിക്കൽ അല്ലാത്തൊരു ഫൈറ്റിലൂടെ നൈസായിട്ട് സൈഡിൽ കൂടെ രാഷ്ട്രീയം പറഞ്ഞു പോയാൽ ഇനിയിപ്പോൾ എങ്ങാനും രാഹുൽ മാങ്കൂട്ടത്തിനടക്കമുള്ള വിഷയങ്ങളെല്ലാം വരികയാണ്. കോൺഗ്രസ്സുകാരൻ വന്നാൽ കൂടുള്ള കോൺഗ്രസ്സുകാരനെ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് ഇതൊന്നും ഇല്ലാത്തത് ഞാനൊരു അയ്യോ പാവം, എനിക്ക് കേരള രാഷ്ട്രീയം അറിഞ്ഞൂടാ, എനിക്ക് ഫലസ്തീനും അറിയില്ല, എനിക്കൊന്നും അറിഞ്ഞൂടാ, ഇതൊന്നും അല്ല ഞാൻ വേറെ പാവം, ഈ ഒരു ലൈൻ പിടിച്ചതാവാനൊരു സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ അത് സ്ട്രാറ്റജി ജയിക്കുമോ? ഒരു പൊളിറ്റിക്കൽ ഫൈറ്റാണ്. ഈ ശോഭാ സുരേന്ദ്രൻ്റെ പ്രത്യേകത, ശോഭാ സുരേന്ദ്രൻ എവിടെ പോയി നിന്നാലും കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളായിട്ട് ഞാൻ കാണുകയാണ്, എവിടെ പോയി നിന്നാലും അതിഭയങ്കരമായിട്ട് വോട്ട് കൂട്ടുന്ന ഒരു ക്യാമ്പയിനറാണ്. പാർട്ടിക്കകത്ത് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവരെക്കുറിച്ചുള്ള ആരോപണങ്ങൾക്ക് ഇപ്പോൾ പറയുന്നിട്ട് എൻ്റെ മകൻ എവിടെയൊക്കെയോ പഠിച്ചിട്ട് കോടികളുടെ വരുമാനം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കത് വളരെ തമാശയായിട്ടാണ് തോന്നിയത്. ഇനി ആരെങ്കിലുമൊക്കെ അന്വേഷിച്ച് പോട്ടെ. എന്തായാലും അങ്ങനെയൊക്കെ പറയുന്ന, കൃത്യമായ രാഷ്ട്രീയം പറയാനൊന്നും അങ്ങനെ കൃത്യമായി പറ്റാത്ത, പറയുന്നത് മുഴുവൻ പാളിപ്പോകുന്ന ഒക്കെ ഉള്ളൊരു കക്ഷിയാണ്. പക്ഷേ ഗംഭീര ക്യാമ്പയിനറാണ്. ക്യാമ്പയിൻ ജനങ്ങളുമായി സംസാരിക്കുമ്പോൾ ഇതൊന്നും അല്ലല്ലോ ചോദിക്കുക. എൻ്റെ മകൻ്റെ ശമ്പളം, ഒരു വർഷത്തെ ശമ്പളം ഇല്ല, എൻ്റെ മൊത്തം കോടികൾ, അങ്ങനെ എന്തൊക്കെ പറയണം എനിക്കറിഞ്ഞൂടാ. ഈ അതെന്ത് ശമ്പളമാണെന്ന് എനിക്കറിയില്ല. ഈ അമേരിക്കയിൽ പോയാൽ, ദുബായി പോയാൽ പണ്ട് ഭയങ്കര ശമ്പളം എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ പോയാലാണ് ഇപ്പോൾ എല്ലാവർക്കും കോടാനുകോടികൾ എന്നൊക്കെ പറയും. എന്തോ ആട്ടെ, അത് വേറൊരു വിഷയം, അത് നമുക്ക് ചർച്ച ചെയ്യണ്ട. എന്നാലും അവരൊരു ഗംഭീര ക്യാമ്പയിൻ. അപ്പം ഒരു പൊളിറ്റിക്കൽ ഫൈറ്റാണ് അവർ ഉദ്ദേശിക്കുന്നത്. അവർ ഭയങ്കര ഫയർ ബ്രാൻഡായിട്ട് ക്യാമ്പയിൻ ചെയ്ത ഒരാളാണ്. അപ്പോൾ അവിടെ രമേശ് പിഷാരടി വേണോ വേണ്ടയോ എന്നുള്ളത് അത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് പറയാം. അപ്പം പൊളിറ്റിക്കൽ ഫൈറ്റ് അല്ല. BJP വാണ്ട്സ് എ പൊളിറ്റിക്കൽ ഫൈറ്റ്, കോൺഗ്രസ് ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് അല്ല കൊടുത്തിരിക്കുന്നത്. അത് സത്യമാണ്. അത് ഏതാണ് വർക്ക് ചെയ്യുക എന്നുള്ളത് കണ്ടു തന്നെ അറിയാം. പക്ഷേ തോമസ് ഐസക്ക് ഇദ്ദേഹത്തെ കോമാളി എന്ന് വിളിച്ചത് ഇയാൾക്ക് രാഷ്ട്രീയം അറിഞ്ഞിടത്തോണ്ടൊന്നുമല്ല. പുള്ളിയുടെ ഒരു ബോധ്യത്തിൽ രമേശ് പിഷാരടി എന്തോ തമാശയൊക്കെ കോമഡിയൊക്കെ അടിക്കുന്ന ധർമ്മജൻ ബോൾഗാട്ടിയോടൊപ്പം രംഗത്ത് വന്ന് ധർമ്മജനെ ട്രോളുന്ന, വളിപ്പൊക്കെ പറയുന്ന ഒരു കക്ഷിയാണ്. അപ്പോൾ പണ്ട് തോമസ് ഐസക്ക് ഇതുപോലെ കുഴി പോയി പെട്ടിട്ടുണ്ട്. അതായത് സംവാദത്തിന് വിളിക്കുകയാണ് VD സതീശനെ. അല്ല, കോൺഗ്രസുമായിട്ട് വലിയ തർക്കമാണ്, ലോട്ടറി വിഷയമാണ്. അപ്പോൾ വലിയ തർക്കം വരുമ്പോഴത്തേക്കും VD സതീശൻ തോമസ് ഐസക്കിനെ ചർച്ചയ്ക്ക് വിളിക്കുന്നു. ധൈര്യമുണ്ടെങ്കിൽ ഒരു പരസ്യ ഡിബേറ്റിന് വാ. അപ്പോൾ പറഞ്ഞു VD സതീശന് എൻ്റെ സെക്രട്ടറി പോകും എന്നാണ് തോമസ് ഐസക്ക് പറഞ്ഞത്. ഇത് തോമസ് ഐസക്കിൻ്റെ സ്ഥിരം പരിപാടിയാണ്. അത് അവസാനം വലിയ പ്രശ്നമായി. അവസാനം തോമസ് ഐസക്കിന് വരേണ്ടി വന്നു പ്രസ് ക്ലബ് തിരുവനന്തപുരത്ത്. 8 നിലയിൽ തോമസ് ഐസക്ക് പൊട്ടുന്ന ഒരു ഗംഭീര കാഴ്ചയ്ക്ക് ഞാൻ സാക്ഷിയാണ്. പ്രസ് ക്ലബ്ബിൽ പൊളിഞ്ഞടുങ്ങിപ്പോയി തോമസ് ഐസക്ക്. പിന്നെ ഫേസ്ബുക്ക് വഴിയൊക്കെ പല ന്യായങ്ങളൊക്കെ പറഞ്ഞെങ്കിലും ആ ഡിബേറ്റിൻ്റെ ഫയറി ഇതിനകത്ത് തോമസ് ഐസക്ക് നിൽക്കാൻ പറ്റിയില്ല.
പക്ഷേ അതിന് തുടക്കം കുറിച്ചത് ഇതുപോലത്തെ ഒരു വാചകമായിരുന്നു, എൻ്റെ സെക്രട്ടറി വരും ചർച്ച ചെയ്യാൻ എന്നാണ്. അതേ ലൈനാണ് ഇത്തവണ പിടിച്ചത്, കോമാളി എന്ന് പറയുന്നത്. അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇത് പാളാൻ പോവാണ്. ഒരു മനുഷ്യനെ എന്ത് നിങ്ങൾക്ക് വിളിക്കാം, പക്ഷേ കോമാളി എന്നൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരാളെ വിളിക്കുന്നതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അതിഭീകരമല്ലേ? എന്തിൻ്റെ പുറത്തായാലും ചിലപ്പോൾ രമേശ് പിഷാരടി കോമാളി ആയിരിക്കാം, പക്ഷേ ഒരാളെ പരസ്യമായി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൻ്റെ യുക്തി എന്താ? അത് പഴയ എൻ്റെ സെക്രട്ടറി വരും എന്ന നിലപാടാണ്. അടിസ്ഥാനപരമായി തോമസ് ഐസക്കിൻ്റെ മനസ്സിൽ ഇരിക്കുന്നത് അതായിരിക്കാം. അതുകൊണ്ടാണ് ഈ പല പ്രാവശ്യം പല രീതിയിൽ ഇങ്ങനെയൊക്കെ പറയുന്നത്. അതായത് അത് എന്താ പറയുക, എന്തോ ജാതിയോ അതോ ഇതൊന്നുമല്ല. ഞാൻ പറഞ്ഞു, നമ്മളൊരു ഭയങ്കര സംഭവമാണ്, ബാക്കിയുള്ളവന്മാർക്കൊന്നും ബുദ്ധിയില്ല, തീരെ വിവരമില്ല. തോമസ് ഐസക്കിനോട് നിങ്ങൾ ഫിനാൻസ് ചർച്ച ചെയ്യാൻ പോലെ, എക്കണോമിക്സ് ചർച്ച ചെയ്യാൻ, ഇത് തന്നെയാണ് തോമസ് ഐസക്ക് ആദ്യം ചിരിക്കും. ഈ ചിരിയിൽ നിങ്ങൾക്ക് വിവരമില്ല എന്നുള്ളതാണ്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. അത് പല ആളുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ ഈ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന പല ആളുകൾ. എന്നാൽ ഇതിനെ നേരെ എക്സ്ട്രീമായിട്ടുള്ള അതിഗംഭീരമായിട്ടുള്ള എക്കണോമിക്സുകളായാലും പൊളിറ്റീഷ്യന്മാരെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ഈ വാർത്താ സമ്മേളനത്തിൽ പോയി നമ്മൾ ഇപ്പോൾ ചില അറിവില്ലായ്മ ചോദിച്ചാലും അതിനെ വേറെ രീതിയിൽ എടുക്കുന്നതാണ്. ഇത് രണ്ട് തരം മനുഷ്യരുടെ പ്രശ്നമാണ്. നിങ്ങൾക്ക് അറിവുണ്ടോ അറിവില്ലായ്മ എന്നുള്ളതല്ല, നിങ്ങൾ എന്ത് തരം മനുഷ്യനാണ് എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് ഇന്നത്തെ വാചകം. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒന്ന് മാപ്പ് പറയേണ്ടി വന്നതും അതിനകത്ത് പിൻവലിക്കേണ്ടി വന്നതും. ഇങ്ങനെ ഓരോരോ ഗോൾ, ഇപ്പോൾ രമേശ് പിഷാരടി ആരായി, ചർച്ച എന്തായി, ഇങ്ങനെയൊക്കെയാണ് ഇലക്ഷനിൽ ഓരോന്നോരോന്ന് വീണ് കിട്ടുക. പണ്ട് വിജയരാഘവനായിരുന്നു, ഇത്തവണ തോമസ് ഐസക്കിൻ്റെ ഊഴമാകാതിരിക്കട്ടെ എന്നേ പറയാനുള്ളൂ. യെസ്, അപ്പോൾ രമേശ് പിഷാരടിയെ കടന്നാക്രമിക്കുന്നത് കോമാളിയാണെന്ന് പറയുന്നു. ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് നടത്തേണ്ട മണ്ഡലത്തിൽ ഒരു നടനെ കെട്ടിയിറക്കിയിരിക്കുന്നു എന്നൊക്കെ പറയുന്നു. എന്നിട്ട് പാലക്കാട്ട് CPM നിർത്തിയ സ്ഥാനാർത്ഥിയോ? അതാണ് അതിലെ പ്രശ്നം. ഇപ്പോൾ രമേശ് പിഷാരടി ഒരു അരാഷ്ട്രീയ ആളാണ്, അദ്ദേഹം രാഷ്ട്രീയം പറയുന്നില്ല. മുമ്പ് അങ്ങനെ അദ്ദേഹത്തിനെതിരെ വിമർശനം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ണി മുകുന്ദൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉണ്ണി മുകുന്ദൻ പ്രധാനമന്ത്രി സന്ദർശിക്കുന്ന ഒരു ചിത്രം പോസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ അടിയിൽ ഗ്രേറ്റ് എന്ന് എഴുതി. അപ്പോൾ അത് പലരും വിമർശിച്ചിരുന്നു, ആ സമയത്ത് വിമർശിച്ചിരുന്നു. മോദിയോട് എന്ത് നിലപാട് സ്വീകരിക്കണമെന്നറിയാത്തൊരു കോൺഗ്രസ്സുകാരനാണോ രമേശ് പിഷാരടി എന്നുള്ള ചോദ്യമാണ് അന്ന് ഉന്നയിച്ചത്. അപ്പോൾ അദ്ദേഹം അതിന് പിന്നീട് ഇന്ന് അതിന് വിശദീകരണം കൊടുക്കുന്നുണ്ട്. ഇന്ന് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, രമേശ് പിഷാരടി ഉണ്ണി മുകുന്ദൻ എൻ്റെ ഒരു സഹപ്രവർത്തകനാണ്, കൂടെ നിൽക്കുന്ന രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്, അത് എൻ്റെയും പ്രധാനമന്ത്രിയാണ്, അതിന് ഗ്രേറ്റ് എന്ന് പറയുന്നതിൽ എന്താ കുഴപ്പമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതൊരു നല്ല വിശദീകരണമൊക്കെയാണ്. എന്ന് കരുതി രമേശ് പിഷാരടി ഒരു ബുദ്ധിയില്ലാത്ത മനുഷ്യനോ അദ്ദേഹത്തിന് രാഷ്ട്രീയം തിരിച്ചറിയാത്ത ആളോ അല്ല. അദ്ദേഹം രാഷ്ട്രീയം പറയുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹം രാഷ്ട്രീയം തിരിച്ചറിയാത്ത ആളാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. അതിൻ്റെ കാരണം, ഇപ്പോൾ രമേശ് പിഷാരടിയുടെ ഒരു സോഷ്യൽ സ്ട്രാറ്റ, അദ്ദേഹത്തിൻ്റെ ഒരു സോഷ്യൽ അക്സെപ്റ്റൻസ് വെച്ച് അദ്ദേഹത്തിന് ഞാൻ ഇന്ന പാർട്ടിക്കാരനാണെന്ന് എളുപ്പം പറയാൻ കഴിയുന്ന പാർട്ടി ഏതാണ്? BJP ആണ് അല്ലേ? അദ്ദേഹത്തിന് BJP ആയി കഴിഞ്ഞാൽ എന്തെല്ലാം തരത്തിലുള്ള ആനുകൂല്യങ്ങളുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം കേരള സ്റ്റോറി 3 അദ്ദേഹത്തെ നായകനാക്കിയേക്കാം, അല്ലെങ്കിൽ പല രീതിയിൽ അദ്ദേഹം കൊണ്ടാടപ്പെടാം. പക്ഷെ അപ്പോഴും കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടി BJP ആഹ്വാനം ചെയ്യുമ്പോൾ ഞാൻ കോൺഗ്രസ്സുകാരനാണെന്ന് പറയാൻ ഉള്ള ഒരു ആത്മധൈര്യം ഉണ്ടല്ലോ, അത് പിഷാരടിയിൽ കണ്ടില്ല നമ്മൾ. ഇപ്പോൾ സിനിമാക്കാരെ സംബന്ധിച്ച് സിനിമാക്കാർ വളരെ സേഫായിട്ടാണ് ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുക. അത് എത്ര വലിയ മെഗാസ്റ്റാർ ആണെങ്കിലും സൂപ്പർ സ്റ്റാർ ആണെങ്കിലും വളരെ സേഫായിട്ടാണ് കളിക്കുക. കോൺഗ്രസ് മുക്ത ഭാരത്, ഒരു കോൺഗ്രസ്സുകാരനാണെന്ന് അറിയപ്പെട്ടാൽ കേന്ദ്ര ഏജൻസികളാൽ വേട്ടയാടപ്പെടുമെന്ന് ഉറപ്പുള്ള ഒരു സമയത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയില്ലാത്ത പൃഥ്വിരാജും ദുൽഖർ സൽമാനും അനുഭവിച്ച് നമ്മൾ കണ്ടാണല്ലോ. പിഷാരടി എന്ന ഒരു വ്യക്തി ഞാൻ കോൺഗ്രസ്സുകാരനാണെന്ന് ഉറക്കെ പറഞ്ഞെങ്കിൽ അതൊരു രാഷ്ട്രീയ ബോധ്യം തന്നെയാണ്. ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിലും വന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ കോൺഗ്രസ്. അപ്പോൾ രാഷ്ട്രീയം തിരിച്ചറിയാത്ത ആളല്ല രമേശ് പിഷാരടി, പക്ഷേ അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിന് പറ്റിയ ആളാണോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യനാണ്. ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് പാലക്കാട് പോലൊരു മണ്ഡലത്തിൽ പറ്റിയ ആളാണെന്നുള്ള ക്വസ്റ്റ്യൻ മാത്രമേ എനിക്കുള്ളൂ. വ്യക്തിപരമായി അദ്ദേഹം രാഷ്ട്രീയ ബോധ്യമില്ലാത്ത ആളോ അദ്ദേഹം രാഷ്ട്രീയം പറയാത്ത ആളോ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം. അദ്ദേഹം കാര്യങ്ങളെ വ്യാഖ്യാനിക്കുന്ന രീതിയിൽ, അദ്ദേഹം കാര്യങ്ങളെ ഗ്രഹിക്കുന്ന രീതിയിലൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. പക്ഷേ അദ്ദേഹം രാഷ്ട്രീയം അറിയാൻ പാടില്ലാത്ത വെറും കോമാളിയാണെന്ന് വിളിക്കുന്നത് ശരിയല്ല എന്നാണ് അഭിപ്രായം. പക്ഷേ തോമസ് ഐസക് അവിടെ ഉന്നയിക്കുന്ന ആക്ഷേപം ആ ആരോപണം എന്താണ്? അതായത് തമാശ പറയുന്ന ഒരാളെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിരിക്കുന്നു. അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഈ കോമാളി വിളി കടന്നുപോയെങ്കിൽ പോലും അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇതാണ്. തമാശ പറയുന്ന ഒരാളെ വളരെ ഗൗരവമുള്ള പൊളിറ്റിക്കൽ ഫൈറ്റ് നടക്കേണ്ട പാലക്കാട് ഒരു മണ്ഡലത്തിൽ കൊണ്ടുവന്ന് നിർത്തിക്കുന്നു. ആ വിമർശനം വാലിഡാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു വിമർശനം തന്നെയാണ്. അവിടെ LDF ചെയ്യുന്നതാണ് ഈ NMR റസാഖ് എന്ന് പറയുന്ന അദ്ദേഹം. ഞാൻ പാലക്കാട് ജോലി ചെയ്തപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചിട്ടൊക്കെ ഉണ്ട്. അദ്ദേഹത്തെ കണ്ടിട്ടു നേരിട്ട്. അപ്പോൾ ഈ പറയുന്ന മനുഷ്യൻ ഇന്നയാളാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയപ്പോൾ ഞാൻ വെരിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം എല്ലാ രാഷ്ട്രീയ കക്ഷികളുമായിട്ടും വളരെ അടുത്ത സൗഹൃദമുള്ള ആളാണ്. ഒരുപക്ഷെ ഷാഫി പറമ്പിലുമായിട്ട് പോലും അടുത്ത സൗഹൃദമുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ എന്താണ് അതിൻ്റെ റീസൺ? LDF ചൂസ് ചെയ്യാനുള്ള റീസൺ എന്താണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ആ റീസണേ ഉള്ളൂ, അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന വോട്ടിനെ സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ സ്പ്ലിറ്റ് ചെയ്താൽ ആർക്കാണ് ഗുണമാവുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ
CPM-ന് പാലക്കാട് മണ്ഡലത്തിൽ രമേഷ് പിഷാരടിയെ വിമർശിക്കാനുള്ള ഒരു സ്പേസ് നഷ്ടപ്പെടുന്നത് ഈ സ്ഥാനാർത്ഥിത്വത്തിലൂടെയാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിയിലൂടെ കൊടുക്കുന്ന മെസ്സേജ് എന്താണ്, എന്തിനാണ് അദ്ദേഹത്തെ നിർത്തുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. അതല്ലാതെ അദ്ദേഹത്തിന് അവിടെ വലിയ തോതിൽ സെക്യുലർ വോട്ടുകൾ, ഇപ്പോൾ ഇന്ന് EN സുരേഷ് ബാബുവും പിണറായി വിജയനും ഐസക്കും ഒക്കെ പറയുന്നത് സെക്യുലർ വോട്ടുകൾ ഗ്യാദർ ചെയ്യുന്നതിനെ കുറിച്ചാണ്. സെക്യുലർ വോട്ട് ഗ്യാദർ ചെയ്യാൻ പാകത്തിലുള്ള എന്ത് ക്വാളിറ്റിയാണ് ഒരു ബിസിനസ്സുകാരൻ മാത്രമായ അദ്ദേഹത്തിനുള്ളത്? അങ്ങനെ ഉണ്ടല്ലോ. പാലക്കാട് പോലെ, ഇപ്പോൾ പാലക്കാട് സെക്യുലർ മണ്ഡലമല്ല എന്നല്ല ഞാൻ പറയുന്നത്, പാലക്കാട് സെക്യുലർ മണ്ഡലം തന്നെയാണ്. എന്തുകൊണ്ടാണ് സെക്യുലർ മണ്ഡലമാവുന്നത്? ഷാഫി പറമ്പിലിനെ പോലെ ഒരാളെ തിരഞ്ഞെടുക്കുന്ന മണ്ഡലമാണ്. അതായത് 50%-ലധികം ഹിന്ദു പോപ്പുലേഷനുള്ളൊരു മണ്ഡലത്തിൽ നിന്ന് മുസ്ലിം സമുദായാംഗമായ ഷാഫി പറമ്പിൽ തുടർച്ചയായി ജയിക്കുന്നൊരു മണ്ഡലമാണ്. അപ്പോൾ ആ മണ്ഡലം സെക്യുലറാണ്. അപ്പോൾ അങ്ങനെ സെക്യുലറായ ഒരു മണ്ഡലത്തിൽ സെക്യുലർ വോട്ടുകൾ ഗ്യാദർ ചെയ്യാൻ പറ്റിയ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണോ LDF-ൻ്റെ എന്ന് ചോദ്യമുണ്ട്. അല്ല. അപ്പോൾ പാലക്കാട് UDF ചെയ്യുന്ന അതേ മിസ്റ്റേക്ക് എന്ത് ചെയ്യുന്നു, LDF-ഉം ചെയ്യുന്നു. അവർക്ക് ഈ രണ്ട് മുന്നണികൾക്കും BJP ഒരു ഭീഷണിയായി തോന്നുന്നില്ല എന്നുള്ളിടത്താണ് എൻ്റെ പോയിന്റ്. ഇപ്പോൾ കാസർകോട്ടെ കാര്യം പറഞ്ഞു, അല്ല മഞ്ചേശ്വരത്തെ കാര്യം. SDP എന്ന പാർട്ടിയുടെ അസ്തിത്വം തന്നെ എന്താണ്? ആ പാർട്ടി എന്തിനാണ് രൂപം കൊണ്ടത്? ആ പാർട്ടി രൂപം കൊണ്ട് കഴിഞ്ഞൊരു 10-25 വർഷം, നൂറ്റാണ്ട് കാലം കേരളത്തിൽ ആ പാർട്ടിയും അവരുടെ മാതൃപ്രസ്ഥാനമൊക്കെ പ്രവർത്തിച്ചതിന് വേണ്ടിയാണ്. RSS ഇന്ത്യയെ വിഴുങ്ങാൻ പോകുന്നു, കേരളത്തിലും അവർ വേരുകളാഴ്ത്തുന്നു. അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ ശത്രുക്കളായ കമ്മ്യൂണിറ്റി അതിനെ ചെറുത്ത് നിൽക്കണം. എന്നിട്ട് അവരെന്താ ചെയ്യുന്നത്? ഞങ്ങളെ ഏതോ പഞ്ചായത്തിൽ തോൽപ്പിച്ചു എന്ന് പറഞ്ഞ് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു. ഒട്ടും രാഷ്ട്രീയമായി അവർക്ക് അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ കഴിയില്ല, അവർക്ക് അതിനെ വിശദീകരിക്കാൻ പോലും കഴിയില്ല. ഇന്ന് അവരുടെ സംസ്ഥാന അധ്യക്ഷനായ ഒരു മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി ഫേസ്ബുക്കിൽ പോസ്റ്ററിന് എന്തോ പറഞ്ഞിട്ട് അത് വായിച്ചാൽ മനസ്സിലാവില്ല, അത് എന്താ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവില്ല, അത് അവർക്ക് വിശദീകരിക്കാൻ കഴിയില്ല. അപ്പോൾ ആരാണെന്ന് ഫാസിസത്തിനെതിരായ പോരാട്ടമാണ് എന്ത് സാഹചര്യത്തിൽ ഇപ്പോൾ ഏറ്റവും കരണീയമായത് എന്ന് പറഞ്ഞാൽ എന്താണ്? മഞ്ചേശ്വരത്ത് KM അഷ്റഫ് എന്ന് പറയുന്ന അവരുടെ സ്ഥാനാർത്ഥിയെ നിർത്തി ലീഗിനെ തോൽപ്പിക്കുക എന്നുള്ളതാണ് ഫാസിസത്തിനെതിരായുള്ള പോരാട്ടം. അപ്പോൾ ഇവരെന്താണ്? UDF-ന് BJP പ്രധാന ഭീഷണിയല്ല, LDF-നും പ്രധാന ഭീഷണിയല്ല, SDPIക്കും പ്രധാന ഭീഷണിയല്ല, പിന്നെ ആർക്കാ ഭീഷണി? അപ്പോൾ BJP ചോദിക്കാം, ഞങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കാമല്ലോ. ഇനി മറ്റൊരു ചോദ്യം കൂടിയുണ്ട്, ഈ BJPയെ വലിയ ശത്രുവായിട്ട് കാണണോ എന്നൊരു ചോദ്യം കൂടി ചിലർ ചോദിക്കാറുണ്ട്. അതിനങ്ങനെ വലിയ ഭീഷണിയായിട്ട് കാണണോ? അങ്ങനെ കാണണോ എന്ന് ചോദിക്കുന്നവർ ജസ്റ്റ് ഉത്തരേന്ത്യയിലേക്ക് നോക്കുക. അവിടെ ഉണ്ടായിട്ടുള്ള എല്ലാ വീഴ്ചകളും, അവിടെ ഉണ്ടായിട്ടുള്ള ജാഗ്രത കുറവുകളും, ത്രിപുര, ബംഗാൾ ഒക്കെ ജാഗ്രത കുറവുകളിൽ എന്താണ് പിന്നീട് സംഭവിച്ചതെന്ന് മനസ്സിലാവുക. ഈ ഭൂതം ഈ കൂടാരത്തിനകത്ത് കയറിയിരുന്നാൽ പിന്നെ ഇറങ്ങിപ്പോവില്ല എന്ന അടിസ്ഥാന ബാലപാഠം, രാഷ്ട്രീയ ബാലപാഠം, ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ബാലപാഠം ഈ പാർട്ടികൾ മനസ്സിലാക്കുക. അത്രയേ ഉള്ളൂ.